അവളെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കുക. അടുത്ത ഇഷ്യൂ കൊടുക്കണ്ടേ? അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ ഫീച്ചർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകുന്ദനളിയനോട് പറഞ്ഞ് ഇത് നമ്മുടെ കേരള ടുഡേയിൽ ഒന്ന് ഇടിപ്പിച്ച് തരണം. എന്നതിനാ? അത് കൂട്ടിക്കാനാണോ? നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാല ശല്യം എഴുതിയ ഒരു മിനിറ്റ്. ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്. തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ. ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നു തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. അതപ്പ തരാം. ഞാൻ എവിടെയാ ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. നീ അത് നിർത്തിയിട്ട് എന്റെ ഫീച്ചർ വായര്. കഴിഞ്ഞ തവണ വായിച്ചതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല. വെള്ളരിപ്പാറയിൽ നോരം പരപരാന്ന് പെലർന്നു. ഇതെന്നതാ അത്? പെലർന്നോ? നേരം പെലർന്നേനെ പിന്നെ ഇരുട്ടി എന്ന് പറയൂ. പുലർന്നു പറ. അത് നിങ്ങളുടെ അവിടെ. ഞങ്ങളുടെ അവിടെയൊക്കെ നേരം പരപരാന്ന് പെലർന്ന് അങ്ങനെയാ പറയാറ്. എന്തായാലും വെളുത്തല്ലോ. ഇങ്ങനെയാണോ ഫീച്ചർ എഴുതുന്നത്? ഞാൻ എഴുതിക്കോളാം. കൈവിടെ. നീ വെറുതെ വേണ്ടാന്ന് ഞാൻ എഴുതും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ലല്ലേ. നീ എഴുത്. ഞാൻ അന്വേഷിച്ചു നടന്ന സ്പെസിമിനാ പുറകിലെ കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. നോക്ക്, പ്രൊഫസർ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു പ്രിമച്ചർ സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച്? അതാ അയാളെ ബാധിച്ചിരിക്കുന്നത്. നീ കണ്ടോ? ആത്മഹത്യ പ്രവണതയാ. ആത്മഹത്യക്കുറിപ്പായി തയ്യാറാക്കിയിരിക്കുന്നത്. അവൾ എന്നെ വിട്ട് പെയ്യൂട്ടല്ലോ. പോയല്ലെന്ന വാക്ക് തെറ്റി എഴുതിയതാ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണ കൈയക്ഷരമൊക്കെ ഇതുപോലെ വൃത്തികേടായി പോകും. എന്നാണേലും അവൾ ആത്മഹത്യ ചെയ്ത പറയലോട് ഞാനാ പറയുന്നത്. നീ ഇനി പോകരുതെന്നു. എന്നാ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്നാ പോടാ, നീ പോയി ചാക്. ഞാൻ എഴുതിയത് പോരെങ്കിൽ നീ പോയി എഴുത്. ഹലോ. യെസ്. അയാൾ എവിടേക്ക് പോയതാ? വെള്ളരിപ്പാറയിലേക്ക്. ആത്മഹത്യ തലയ്ക്ക് പിടിച്ച് ഓടിയതാ. അതും ചത്തവളുടെ പിറകെ. പോയി ചാകട്ടെ ശാപം. നൈസ്. കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ? ഊത്ത് നിൽക്കുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിനെ രക്ഷിക്കാൻ വയ്യല്ലേ? ഈ പാറക്കെട്ടിന്ന് ചാടിയാണ് ആ രഞ്ജു ആത്മഹത്യ ചെയ്തേക്കുന്നത്. ഇത് കണ്ട ആർക്കാ ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത? ആത്മഹത്യ ചെയ്യാനും വേണം ഒരു യോഗം. എന്റെ കർത്താവേ, ആ രഞ്ജുവിന്റെ ആത്മാവെങ്ങാനും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവോ? രഞ്ജു! 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 കേട്ടില്ലേ? മരിച്ചുപോയ കാമുകിയുടെ പേര് അയാൾ വിളിച്ചു പറയുന്നേ. അയ്യോ, അയാൾ ആത്മഹത്യ മുൻപിലേക്കാണല്ലോ പോന്നെ. വേഗം അയാളെ സേവ് ചെയ്യണം. രഞ്ജുവിന്റെ മാനസികാവസ്ഥയെന്ന് തുടങ്ങും. ഭൂമിയിലെ പച്ചപ്പിൽ നിന്നും മരണത്തിന്റെ മരുഭൂമിയിലേക്ക് അവൾ നടന്നു പോവുകയായിരുന്നു. ആർക്കു വേണ്ടി? ആത്മഹത്യക്കുറിപ്പ് എഴുതുന്നേ. വാ. ഹലോ രഞ്ജു. അയ്യോ കൊക്ക. സ്നേഹിത, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്താ? ഞങ്ങൾ സൈക്കോളജി റിസർച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. കൗൺസിലിംഗ് നടത്താം. അയ്യേ, ഇത് വട്ട് തന്നെ. തിരിച്ചു പോ വിശ്വാസികളെ. കണ്ടോ, വിഷമം കൊണ്ട് മാനസിക നില തെറ്റി. സ്കിസോഫ്രീനിയയുടെ നെക്സ്റ്റ് സ്റ്റേജ് ഏത്? എന്തൊരു രഹസ്യം പറയണേ. എന്റെ സ്വഭാവം അറിയാണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ കൊക്കലറി. അത് ശരി, വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണല്ലേ? എടാ ജോണെ, പോകാൻ നോക്കണം. ഫ്രണ്ടിനോട് ചാടരുതെന്ന് പറ. ചാടാൻ നിന്നോടാ. ഇപ്പൊ എവളുമാര് വലിച്ചേറി അടുപ്പി വെക്കും. എനിക്ക് കിട്ടിയതാടാ, ഓടാൻ നോക്കടാ. പോയി
സ്നേഹിത ഒന്ന് നിക്ക്. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ. നിന്നോറാ, അവളുമാര് 3-4 പേരുണ്ട്. നിന്നെ വന്ന് രക്ഷിച്ചിട്ട് പോട്ടെ. എനിക്ക് അതിനുള്ള ആംബിയർ ഇല്ല. ഓടി ഞാൻ പറയുന്നത് കേക്ക്. ഓടി പിശാച. ആ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്തോ. അത് വെച്ച് നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. താമസ സ്ഥലം കണ്ടുപിടിക്കാം. ആത്മഹത്യ രക്ഷിക്കുകയും ചെയ്യാം. ഓടി പോയി രക്ഷപ്പെട്ടോ. ഓ, ഇതുവരെ തീർന്നില്ലേ? ഇല്ല. ഇല്ല, തീരില്ല. എനിക്കറിയാം. വേഗം എഴുതി തീർന്നാ പിന്നെ ബാക്കി സമയം ഭാര്യയോട് സംസാരിക്കേണ്ടി വന്നാലോ? ആ രാഹുൽ ഓരോ തിരക്കിന്റെ ഇടയിൽ ശ്രേയെ വിളിക്കുന്നേ അറിയോ? തിരക്ക് എന്തായിരുന്നു എന്നൊന്ന് തിരക്കി നോക്ക്, അപ്പ അറിയാം. ദേ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയരുതേ. ഏടി ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാ എന്റേത്. അതിനിടയിൽ പൊന്നെന്നും കരളെന്നൊക്കെ ചിലപ്പോൾ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അതുമല്ല, സ്വന്തം ഭർത്താവിനെ മറ്റൊരു ഭർത്താവായിട്ട് കമ്പയർ ചെയ്യാന്നൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു തരം ചീപ്പാ. എന്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർത്താക്കന്മാർ. നിന്റെ ചെറിയമ്മയുടെ 16 അടിയന്തരം. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ഇഷേന്ദു, ഡേയ് അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ സിംഗപ്പൂരില് ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. നിന്നെ ഞാൻ എല്ലായിടത്തേക്കും കൊണ്ടുപോവാ. അതല്ല, ഈ സിംഗപ്പൂരില് ഒരുപാട് സുന്ദരികളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? വെറുതെ അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത്. മനുഷ്യൻ എങ്ങനെയെങ്കിലും തുടങ്ങി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ മുടക്കിക്കോളും. എന്റെ ചെറിയമ്മ നിന്റെ ചെറിയമ്മയെ തല്ലിക്കൊന്നിട്ട് ഞാനും ചാവും. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ഓ, ആ പെണ്ണിന് മുഴുത്ത വട്ടാണെന്നാണ് ജോണിന്റെ ബലമായ സംശയം. അല്ല, വട്ട് തന്നെയാ. അയ്യോ പാവം, നമ്മുടെ ജോൺ ആകെ കുടുങ്ങിപ്പോയി. അവനിപ്പോ ആത്മഹത്യ ചെയ്യാൻ നടക്കുക. പാവൻ ജോണിന്റെ കാര്യം. வாங்க வாங்க வாங்கம்மா வாங்க சார். உங்க கைய பார்த்த முகம் பார்த்து லட்சணம் പറയും. என் அத்தை போய் சொல்லாது. ഒന്നിങ്ങി വന്നേ, ഇങ്ങോട്ട് വന്നേ. അയ്യേ, ഇവിടെ വെച്ചോ? ഇത്ര ആൾക്കാർ നോക്കി നിൽക്കില്ല കൃഷ്ണേന്ദു. വേണ്ടത് അതൊന്നുമല്ല. എന്താ? என் அத்தை போய் சொல்லாது. என்னம்மா? ഇദ്ദേഹത്തിന്റെ മുഖം നോക്കി ഒന്ന് ലക്ഷണം പറയണം. உட்காருங்க உட்காரு. ഓഹോ, അപ്പൊ ഇതിനായിരുന്നോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇതെല്ലാം വെറും തട്ടിപ്പാ. ഇയാളും ഈ തത്തയും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇതൊക്കെ? സാറിന്റെ പേച്ച് നല്ല പേച്ച്, ലേഡീസ് വീണ് പോണ പേച്ച്. കണ്ടോ കണ്ടോ, ലക്ഷണം പിടിയിട്ട് കണ്ടോ? ഇരുന്നേ കൊണ്ട് ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞോളൂ സ്വാമി. ദക്ഷിണ വെക്കണം സാർ, കഞ്ചി കുടിക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കൊടുക്ക. 5 രൂപയുണ്ട്. കഞ്ഞി. അല്ല, തത്തക്ക് കഞ്ഞി. ചിലകളെ ഐശ്വര്യമായിട്ട് സാർക്ക് ഒരു സീറ്റ് ഇട്. 5 രൂപ തന്ന പെരിയ ആളാണ്, ഏതെങ്കിലും ഇട്. അയാൾക്കൊരു പണി ഒക്കട്ടെന്ന്. നിനക്ക് വട്ട. കുമാരസ്വാമി പടം ഇവര് ഡബിൾ ഇருக்கு. സാർക്ക് 2 വീട് இருக்கா? ഔട്ട് ഹൗസും ഇருக்கு. 2 കാർ இருக்கா? இருக்கு. 2 ஆபீஸ் இருக்கா? இருக்கு. 2 பொண்டாட்டி இருக்கா? இருக்கு. ഇല്ല. இருக்கு. 2வது பொண்டாட்டியில் ഒരു കുളന്തേ இருக்கு. 2வது പൊണ്ടാട്ടിൽ കുളമ്പയില്ല, തന്നെ കൊല്ലും ഞാൻ. കണ്ടോ, ഓരോ കാര്യങ്ങളായിട്ട് പുറത്തുവരാനായി. എന്റെ പൊന്നു കൃഷ്ണേന്ദു, ഞാൻ എന്തോ കൃഷ്ണേന്ദു, സത്യമായിട്ടും എന്റെ ഓർമ്മയിൽ ഞാൻ എന്താ മോനെ ഇങ്ങനെ ഓടുന്നേ? പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം. എന്താ കാര്യം? എന്താ കാര്യം? ഫുൾ ഫാമിലി ആയിട്ട് കുടുംബം കലക്കെ ഇറങ്ങിയിരിക്കല്ലേ? ആ മൊട്ടത്തലയുടെ മോന്ത തൊട്ടില്ലേ കണ്ണിലിട്ട് കുത്തും ഞാൻ. കൃഷ്ണേന്ദു ഇവരുടെ സ്ഥിരം. കൃഷ്ണേന്ദു, നീ എന്തിനാ മുഖം വീർപ്പിച്ച് കിടക്കുന്നത്? ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി എന്നായി പറയുന്നത്? ഒരു പീറ തത്തക്കാരൻ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓ, പിന്നെ അതിനകത്ത് വലിയ കാര്യമാണല്ലോ ഉള്ളത്. ഒറ്റ പൊട്ടിക്കില്ലെന്നുണ്ട്. അതെ, വെറുതെ മോങ്ങണ്ട ആൾക്കാർ. അതെ, രാഹുലും ശ്രേയൊക്കെ വരുന്നുണ്ട്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. കൃഷ്ണേന്ദു വേണ്ട. എന്തു പറ്റി? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്താ പോയി? ഒന്നുമില്ലെന്നേ. ഏതൊരു വിവരം കെട്ട തത്തക്കാരൻ എന്തോ പറഞ്ഞു.
അയാൾ ചോദിച്ചെനിക്ക് അറിയാതെ ഞാൻ തലയാട്ടുകയും ചെയ്തു. അപ്പൊ തുടങ്ങിയതാ. മൂന്നേട്ടന്റെ കുഴപ്പം എന്താണെന്നറിയോ? നല്ലൊരു കൂട്ടില്ല. രാഹുലിനെ പോലെ ഒരാൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് നല്ല വഴിക്ക് നടത്തി. ഓഫീസിലെ ടെൻഷൻ കാരണം മുകുന്ദേട്ടനെ മനസ്സ് മുരടിക്കുന്നത്. ഏതായാലും കുറച്ചുനാള് രാഹുൽ ഇവിടെ ഉണ്ടല്ലോ. ഇടയ്ക്ക് രാഹുലിന്റെ ഓഫീസിലോട്ടൊക്കെ ഒന്ന് ചെല്ലണം മുകുന്ദേട്ട. ബായെ നേർവഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കൂടെ പുള്ളിക്കാരനെ വിടുന്ന കാര്യം കൃഷ്ണേന്ത് ഏറ്റാ മതി. നീ ഒന്നിങ്ങ് വന്നേ. എടി നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എടി ആ രാഹുൽ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ദേ, എന്റെ ഈ താരി തൊട്ട് ഞാൻ പറയാ, രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. രാഹുലിന്റെ രീതികളൊക്കെ കണ്ടുപഠിക്കണം. അപ്പൊ ഈ മനസ്സൊക്കെ മാറി ഭാര്യയോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നും. എടി ഞാൻ പറയുന്നൊന്നും നീ അയ്യോ, എനിക്കൊന്നും കേക്കണ്ട. ദേ, താലി തൊട്ട് പറയാണേ, അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ ആ തത്തക്കാരൻ പറഞ്ഞതൊക്കെ സത്യം ഞാൻ വിശ്വസിക്കും.